ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കണക്കിലെ 2ാമത്തെ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇനി ചെയ്യാനുള്ളത് പേജ് നമ്പർ 26 ചോദ്യമാണ്. ചോദ്യം നോക്കാം. നൗ ക്യാൻ യു ഫിൽ അപ്പ് ദ ഫോളോയിങ് ടേബിൾ ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഓരോ സംഖ്യ വെച്ച് ഗുണിച്ചിട്ട് ഈ ബോക്സ് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാണ് വേണ്ടത്. ആദ്യത്തത് ഇവിടെ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. 2/3 എത്രയായിട്ട് ഗുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 4 ഗുണിക്കണം. ഇപ്പോൾ 2/3 ഇൻറ്റു 4 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും 8/12. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംഖ്യനെ 4 ഗുണിക്കുക. മേലും താഴെയും ഗുണിച്ചപ്പോൾ 8/12. ഇതിൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മുകളിലെ സംഖ്യ. ന്യൂമറേറ്റർ 8, ഡിനോമിനേറ്റർ 12. ഇനി ഈ 8/12 ഏറ്റവും ചെറിയ രൂപമാണ് ഏതെന്ന് പറഞ്ഞാൽ 2/12. 8/12 ചെറിയ രൂപമാണ് 2/3. ഇനി രണ്ടാമത്തെ ചോദ്യം, 2/3 എത്രയായിട്ട് ഗുണിക്കണം? 6 ഗുണിക്കണം. അപ്പോൾ 2 × 6 / 3 × 6. 2 × 6 12, 12/3 × 6 18. ഇതിലെ ന്യൂമറേറ്റർ 12, ഡിനോമിനേറ്റർ 18. 2/3 ഏറ്റവും ചെറിയ മറ്റൊരു രൂപമാണ് 12/18. 2/3 = 12/18. ഇനി 3/4 നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 12 കിട്ടണം. 12 കിട്ടണമെങ്കിൽ 4 കൂടെ എത്ര ഗുണിച്ച, ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണ് 12, 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുക? 3 ഗുണിച്ചാൽ. അപ്പം മുകളിലും താഴെയും എത്രയായിട്ട് ഗുണിക്കുക? 3 ഗുണിക്കുക. 3 × 3 ചെയ്യുക. 3 × 3 9, 4 × 3 12. ഇനി ന്യൂമറേറ്റർ 9, ഡിനോമിനേറ്റർ 12 ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/4 മറ്റൊരു രൂപമാണ് 9/12. 3/4 = 9/12. ഇനി 3/4 അംശം എത്രയാണ്? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുക? 4. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 4 ഗുണിക്കുക. 3 × 4 / 4 × 3. 4 × 4. 3 × 4 12. 4 × 4 16. അംശം 12, ഛേദം എത്രയായിരിക്കും? 16. ഇനി 3/4 ഏറ്റവും ചെറിയ രൂപമാണ് 12/16. 3/4 = 12/16. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം കൊടുത്തിരിക്കുകയാണ്. ഇനി 18/24 ഏറ്റവും ചെറിയ രൂപം കണ്ടെത്തണം. 18ഉം 24ഉം 2ന്റെ ഗുണനപ്പട്ടികയിൽ പോവും. അപ്പോൾ 9 × 2 18, 12 × 2 24. അപ്പോൾ നമുക്ക് 18ന്റെ പകരം 9 × 2 എന്നും 24ന്റെ പകരം 12 × 2 എന്ന് എഴുതാം. ഇതിൽ 2ഉം കോമൺ ആണ്. 2 തന്നെ എന്ത് ചെയ്ത് ക്യാൻസലാക്കി കളഞ്ഞു. ബാക്കി 9/12 എന്ന് വരും. 9ഉം 12ഉം 3ന്റെ ഗുണനപ്പട്ടികയിൽ പോവും. 9നെ 3 × 3 എന്നും 12നെ 4 × 3 എന്നും എഴുതാം. ഈ 3ഉം 3 തമ്മിൽ എന്ത് ചെയ്യുക? ക്യാൻസൽ ആയാൽ ബാക്കി 3/4 ആണ് 12/24 ഏറ്റവും ചെറിയ രൂപം. ഇനി പേജ് നമ്പർ 28 ഒന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ലഘുരൂപം കണക്കാക്കുക. റൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേം. 32/64 ആണ്. 32ഉം 64ഉം ഏതിൻ്റെ ഗുണനപ്പട്ടികയിൽ പോവും? 2ൻ്റെ പോവും. 16 കൂടെ 2 ഗുണിച്ചാൽ 32 കിട്ടും. 64നെയോ 32 × 2 ഗുണിച്ച് കഴിഞ്ഞാൽ 64 കിട്ടും. അല്ലെങ്കിൽ ചെയ്താൽ മതി. 32ന്റെ പകുതി എത്ര? 16. 16 കൂടെ 2 ഗുണിച്ചാൽ 32 കിട്ടും. അതേപോലെ 32ന്റെ പകുതി എത്രയാണ്? 64ന്റെ പകുതി 32. 32ന്റെ ഇരട്ടി എടുത്താലും മതി. ഇനി ഈ രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 16/32 എന്ന് വരും. 16 32 എങ്ങനെ പോവുക? 8ന് ഇരട്ടിയാണ് 16. അപ്പോൾ 2 × 8 16. 32 എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 4 × 8 എന്ന് എഴുതാനും പറ്റും. ഈ 8ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 2/4. ഇതിൽ 2ഉം 4ഉം പോണ ഗുണനപ്പട്ടിക 2ൻ്റെ 1 × 2 2, 2 × 2 4.
രണ്ടും രണ്ടും ക്യാൻസലാക്കി ബാക്കി 1/2 32/64 ഏറ്റവും ചെറിയ രൂപം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 27/81. 27ഉം 81ഉം പോകുന്ന ഗുണപ്പട്ടിക നോക്കണം. 9ന്റെ ഗുണപ്പട്ടികയിൽ പോവും അല്ലേ. 3 × 9 27, 9 × 9 81. ഈ 9ഉം 9ഉം ക്യാൻസലായി ബാക്കി 3/9. 3ഉം 9ഉം ഏതിൻ്റെ ഗുണപ്പട്ടികയിലാണ് പോവുക? 3ൻ്റെ. 1 × 3 3, 3 × 3 9 എന്ന് കിട്ടും. നമുക്ക് ഈ 3ഉം ഈ 3ഉം എന്ത് ചെയ്യാം? ക്യാൻസലാക്കാം. ബാക്കി 1/3 എന്ന് കിട്ടും. 27/81 ഏറ്റവും ചെറിയ രൂപമാണ് 1/3. ഇനി മൂന്നാമത്തെ ചോദ്യം 30/45. 30ഉം 5ഉം 45ഉം പോണ ഗുണപട്ടികയുള്ളത് 5ൻ്റെ. അപ്പോൾ നമുക്ക് എഴുതാം 6 × 5 30, 9 × 5 45. ഈ 5ഉം 5ഉം ക്യാൻസൽ ആയാൽ ബാക്കി 6/9 എന്ന് കിട്ടും. 6ഉം 9ഉം പോണ ഗുണപട്ടികയുള്ളത് 2ൻ്റെ പോവും. 6ഉം 9ഉം 3ൻ്റെ. അപ്പോൾ നമുക്ക് എഴുതാം 3 × 2 6, 3 × 3 9. രണ്ടിലും 3 കോമൺ ആണ്, പൊതുവായി വരുന്നുണ്ട്. രണ്ടും ക്യാൻസലായി കട്ട് ചെയ്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? 2/3 എന്ന് കിട്ടും. അടുത്ത ചോദ്യം 12/21. 12ഉം 21ഉം പോകുന്ന ഗുണപട്ടികകളൊന്നും ആലോചിച്ച് നോക്കുക. 3ൻ്റെ പോവും. അപ്പോൾ നമുക്ക് 3 × 4 12 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 21 7 × 3 ആണ് 21. നമ്മൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഏതായി കിടക്കുന്നത്? 3. അത് രണ്ടും ക്യാൻസലായി. ബാക്കി എത്രയാണ്? 4ഉം 7ഉം. 4/7. 4ഉം 7ഉം പോകുന്ന സെയിം ഗുണപട്ടിക ഉണ്ടോ എന്ന് ആലോചിക്കുക. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? 12/21 ഏറ്റവും ചെറിയ രൂപമാണ് 4/7 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 45/54 എന്ന് വരും. 45ഉം 54ഉം ഏതിൻ്റെ ഗുണപട്ടികയിൽ പോവും? 9ൻ്റെ പോവും. എങ്ങനെ എഴുതുക? 5 × 9 45. 54 6 × 9 6 9 54. ഏതാ വെട്ടിക്കളയുണ്ട്? 9 വെട്ടിക്കളയുക. രണ്ടിലും ഒരുപോലെ ഉണ്ട്. ബാക്കി സമം 5/6 എന്ന് വരും. 5ഉം 6ഉം ഗുണപട്ടികയിൽ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോകുന്നുണ്ടോ നോക്കുക. ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? 45/54 ഏറ്റവും ചെറിയ രൂപമാണ് 5/6. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ഭാഗം ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ, ഹരണക്കണക്കുകൾ. നമ്മൾ സാധാരണ ഹരിക്കുമ്പോൾ ചിഹ്നം എങ്ങനെ ഇടുക? ഒരു വരട്ടൻ മേലും താഴെയും ഒരു കുത്തിടും. അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെ മാറ്റി എഴുതാം? 6/3 എന്നാണ് ഇതിൻ്റെ അർത്ഥം. 6/3 നമുക്ക് എഴുതാം 6/3. ഇങ്ങനെ ഇതിൽ എന്താണ്? ഹരിക്കണം ചിഹ്നമാണ്. 6/3 നമുക്ക് ഒറ്റയ്ക്ക് ഉത്തരം പറയാം 3. ഈ 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 6 കിട്ടുക? 2 ഗുണിച്ചാൽ. അപ്പോൾ ഉത്തരം 2. ഇതിൽ നോക്കി നോക്കൂ. 8/2. 2ൽ കൂടെ എത്ര ഗുണിച്ചാലാണ് 8 കിട്ടുക? 4. അപ്പോൾ ഉത്തരം 4. അടുത്തതിലാണെങ്കിൽ 15/3 3ആണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ കൂടെ എത്ര ഗുണിച്ചാലാണ് 15 കിട്ടുക നോക്കിയാൽ മതി. 3 × 5 15. ഇനി ഈ കണക്കുകൾ നോക്കി നോക്കാം. ഇവിടെ 3/2 മാറ്റി എഴുതി. നമുക്ക് 2ൽ കൂടെ 1 ഗുണിച്ചാലും 3 കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഹരിച്ചു നോക്കുക. 3നെ 2ആയിട്ട് ഹരിച്ചു നോക്കുക. 2ൻ്റെ ഗുണപട്ടികയിൽ 3 ഇല്ല. അപ്പോൾ 2 ഉണ്ട്. ഒരു 2 2. 3ന് 2 പോയ എത്ര? 1. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ രൂപത്തിലാക്കുക എന്ന് വെച്ചാൽ ആദ്യം ഹരണഫലം എഴുതുക, രണ്ടാമത് മിച്ചം എഴുതുക, മൂന്നാമത് നമ്മൾ ഹരിക്കുന്ന സംഖ്യ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതി? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഫസ്റ്റ് ആദ്യം 1 എഴുതി ഹരണഫലം, പിന്നെ മിച്ചം എഴുതി 1/2. ഇങ്ങനെയാണ് 3/2 ഉത്തരം 1.5 എന്ന് നമുക്ക് കിട്ടിയത്. ഇനി ഈ കണക്കിൽ നോക്കുകയാണെങ്കിലോ 30/10. 10ൽ കൂടെ എത്ര ഗുണിച്ചാലാണ് 30 കിട്ടുക? 3. അപ്പോൾ 30/10 ഹരിക്കണം 10ന് ഉത്തരം എത്രയാണ്? 3 ആയിരിക്കും. ഇനി ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 1. 1 ഹരിക്കണം 1 1. 2 ഹരിക്കണം 2 1. ഓർത്ത് വയ്ക്കുക, ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി 2 ഹരിക്കണം 1. 1ൽ കൂടെ എത്ര ഗുണിച്ചാലാണ് 2 കിട്ടുക? 2 ഗുണിച്ചാൽ. അപ്പോൾ ഉത്തരമായി.
ഈ 3 ഹരിക്കണം 1, 3 ഇൻറ്റു 1 ഇൻറ്റു 3 3. അപ്പം 3 കൂടെ 3 ഗുണിച്ചാൽ 3 കിട്ടും. ഇതാണ് ഈ ഹരണ കണക്കുകളിൽ വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 32 ഒന്നാമത്തെ ചോദ്യം. 20 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡന്റിക്കൽ ബോട്ടിൽസ്. ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ? 20 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളമുണ്ട്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ആകെ എത്ര ബോട്ടിലുണ്ട്? 8. അപ്പോൾ കുപ്പികൾ ബോട്ടിൽ ഈക്വൽ ടു 8. ടോട്ടൽ വാട്ടർ ആകെ വെള്ളം എത്രയാണ്? 20 ലിറ്റർ. 20 ലിറ്റർ. വാട്ടർ ഇൻ 1 ബോട്ടിൽ, നമ്മുടെ ഒരു കുപ്പിയിൽ എത്ര വെള്ളം കൊള്ളുമെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യുക? 20നെ 8 ഹരിച്ചാൽ മതി. 20നെ 8 ഹരിക്കുമ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം. 20ഉം 8ഉം ഇതിൻ്റെ ഗുണപ്പട്ടികയിൽ പോവും, 4ൻ്റെ ഗുണപ്പട്ടികയിൽ പോവും. 5 ഇൻറ്റു 4 20, 4 ഇൻറ്റു 2 8. ഇനി ഈ 4ഉം ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു 5/2 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഡിനോമിനേറ്ററിൽ എത്രയാണ് കിടക്കുന്നത്? 2. അപ്പോൾ ഈ 5നെ നമ്മൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അതായത് 5നെ 4 + 1 എന്ന് എഴുതാം /2. ഇനി ഈ 2 ഏതിൻ്റെ ഗുണപ്പട്ടികയിൽ പോവും? 4ൻ്റെ പോവും. ഈ 2 ഈ 4നും 1നും ബാധകമാണ്. അപ്പോൾ നമ്മൾ എഴുതുക 4/2 + 1/2. 4/2 എത്രയാണ്? ഇവിടെ എഴുതാം 4/2 എത്രയാ? 2 + 1/2. ഇനി എന്ത് ചെയ്യുക? ഈ പ്ലസ് ഒഴിവാക്കുക. പ്ലസ് ഒഴിവാക്കി എഴുതുമ്പോൾ 2 1/2 ലിറ്റർ. അപ്പോൾ ഒരു കുപ്പിയിൽ 2.5 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. ഇനി രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. എ റോപ്പ് ലെങ്ത് 140 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻറ്റു 16 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസസ്? 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഓഫ് റോപ്പ്, കയറിന് നീളം മൊത്തം എത്രയാണ്? 140 സെൻറ്റിമീറ്റർ ആണ്. കഷ്ണങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് പീസസ്, എത്ര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്? 16. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരു കഷ്ണത്തിൻ്റെ നീളമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 140 ഹരിക്കണം 16 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഇനി 170ഉം 16ഉം പോകുന്ന ഗുണപ്പട്ടിക. ഏറ്റവും എളുപ്പം എന്താണ്? 140ൻ്റെ പകുതി. 140ൻ്റെ പകുതി എത്രയാണ്? 70. 16ൻ്റെ പകുതി 8. എങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതാൻ പറ്റും. 70 ഇൻറ്റു 2 ആണ് 140. 8 ഇൻറ്റു 2 ആണ് 16. ഇങ്ങനെ എഴുതാം. ഈ 2 ക്യാൻസൽ ആയാൽ ബാക്കി 70/8 എന്ന് വരും. 70ഉം 8ഉം 70ൻ്റെ പകുതി ആലോചിച്ചാൽ മതി. 70ൻ്റെ പകുതി 35. 8ൻ്റെ പകുതി 4 എന്ന് വരും. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടി പോവുകയാണ്. 35/4 സമം 35നെ നമുക്ക് 32 + 3 എന്ന് എഴുതാം. /4 അതുപോലെ എഴുതുക. എന്നിട്ട് ഈ 4 32നും 3നും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 32/4 + 3/2. 32/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 × 8 ആണ് 32. അപ്പോൾ 8 + 3/2. ഇനി ഈ പ്ലസ് എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. ഈ 4 2നും കോമൺ ആണ്. 2ൽ 4 ആണ് വരിക. ഇനി പ്ലസ് മാറ്റി എഴുതുമ്പോൾ 8 3/4 സെൻറ്റിമീറ്റർ. ഇതാണ് ഒരു കഷ്ണം കയറിൻ്റെ നീളമുണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇഫ് 215 കിലോഗ്രാം ഓഫ് റൈസ് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 15 പീപ്പിൾ, ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് വുഡ് ഈച്ച് ഗെറ്റ്? അതായത് 215 കിലോഗ്രാം അരി 15 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും ആകെ എത്ര അരി കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വഴി എഴുതി. ടോട്ടൽ റൈസ് അതിന് എങ്ങനെ എഴുതാം? ആകെ അരി 215 കിലോഗ്രാം.
ഓരോരുത്തർക്കും കിട്ടുന്ന അരി. റൈസ് വുഡ് ഗെറ്റ് ഈച്ച്. അപ്പോൾ ആദ്യം നമ്മൾ ഒരാൾക്ക് കിട്ടുന്നത് കണ്ടുപിടിക്കാൻ. ഇനി 215നെ 15ആയിട്ട് ഹരിക്കണം. നോക്കി നോക്കൂ, ഇവിടെ 215 അവസാന സംഖ്യ എത്ര? 5. 15ന്റെ അവസാനത്തെ സംഖ്യ എത്രയാണ്? 5. അവസാനം 5 വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ 5ആയിട്ട് എന്താണ്? ഡിവിസിബിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 215നെ 5ആയിട്ട് ഹരിച്ചു നോക്കുക. 215 ഹരിക്കണം 5. 4 × 5 20. കുറയ്ക്കുക. 21 20 പോയാൽ ബാക്കി 1. ഈ 5 ഇറക്കിയിട്ട് കഴിഞ്ഞാൽ 3 × 5 15 എന്ന് കിട്ടും. ഉത്തരം എത്രയായി? 43. അപ്പോൾ നമുക്ക് 245ന്റെ പകരം ഇവിടെ എത്രയാക്കാം? 43 എന്നാക്കാം. ഇനി 15നെ 43 എന്നായി. ഇനി 15 5ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോവും. എത്രയിട്ട് ഗുണിക്കുമ്പോൾ? 3ആയിട്ട് ഗുണിക്കുമ്പോൾ. അപ്പോൾ 43/3. നമ്മൾ എന്ത് ചെയ്യുക? 43നെ 3ആയിട്ട് ഹരിച്ചു നോക്കുക. ഒരു 3 3. 4ൽ നിന്ന് 3 പോയാൽ ബാക്കി 1. 3ന്റെ ഗുണനപ്പട്ടികയിൽ 1 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 3 ഇറക്കിയിടുക. 4 × 3 പിന്നെ എത്ര ഉള്ളത്? 12. പിന്നെ കുറയ്ക്കുക. 3 2 പോയാൽ 1ആയി. എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഹരണഫലം, മിച്ചം രണ്ടാമത്, പിന്നെ ഈ ഹരിക്കുന്ന സംഖ്യ എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം 14/1/3. അപ്പോൾ ഒരാൾക്ക് 14/1/3 കിലോഗ്രാം എന്ത് കിട്ടും? അരി കിട്ടും. ഇതോടെ 6ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള എ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോം, ഒരു ഭിന്നം പല രൂപം എന്ന അധ്യായം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ഇടാം. അതുവരേക്കും ബായ്.